സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രാസ്ഥാനിക നായകർ, സഹൃദയ സഹോദരി സഹോദരന്മാർ, ഔലിയാക്കൾ, മുഹിബ്ബീങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ ജനിച്ച സ്ഥലം, വളർന്ന സ്ഥലം, പഠിച്ച സ്ഥലം, ദിവസം, സമയം, സന്ദർഭം, ഇതെല്ലാം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സ്ഥലങ്ങളും സമയങ്ങളും ദിവസങ്ങളുമാണ്. ഖുർആനിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതാണ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. നിസ്സംശയം ഒരു നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അവിടെ മഹാനിമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല തങ്ങളുടെ തഫ്സീറുൽ കബീറിൽ വത്തഫഖൽ ഉലമാ വലാ അന്ന ഹാദൽ ബലദ മക്ക, ഈ നാട് പരിശുദ്ധമായ മക്കയാണെന്ന വിഷയത്തിൽ രണ്ട് അഭിപ്രായം ലോകത്താർക്കുമില്ല. മക്കയുടെ മഹത്വങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇവിടുന്ന് 1,00,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എത്ര മണിക്കൂറുകൾ വേണം, എത്ര അധ്വാനമുണ്ട്. ആ പുണ്യം ഒരൊറ്റ തവണ അവിടുന്ന് പറഞ്ഞാൽ ലഭിക്കുമെങ്കിൽ, എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുമെങ്കിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഉത്തരം വയ്ക്കുന്ന 15ഓളം അതിപ്രധാനമായ സ്ഥലങ്ങൾ, ഹജറുൽ അസ്വദും ഇബ്രാഹിം മഖാമും മുൽത്തസബും മീസാബും സഫയും ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ ലോകത്തൊരു സ്ഥലത്തുനിന്നും കാണാനും കേൾക്കാനും ഊഹിക്കാനും പറ്റാത്തതെല്ലാം എന്തേ മക്ക തന്നെ വെച്ചത്? എന്തേ ഹജറുൽ അസ്വദ് വേറെ ലോകത്ത്, ഇബ്രാഹിം മഖാം വേറെ ലോകത്ത്, മുൽത്തസും വേറെ ലോകത്ത്? ഇതിനെല്ലാം ഒരു കാരണല്ലേ? അല്ലാഹു തആല തന്നെ പറയുന്നു കന്നഹു അല്ലമ മക്ക മിൻ അന്നഹു യാ റസൂലല്ലാഹ് അൻത നാസിലും ബിഹാദൽ ബലദ്. ഈ മഹത്വങ്ങളെല്ലാം മക്കൾക്ക് നൽകാനുണ്ടായ കാരണം ഒരൊറ്റ കാരണമാണ്. കന്നഹു അല്ലമ മക്ക മിൻ അന്നഹു യാ റസൂലല്ലാഹ് അൻത നാസിലും ബിഹാദൽ ബലദ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത പ്രദേശം മക്കയാണ്. അതുകൊണ്ടാണ് മക്കൾക്ക് ഇത്രയും വലിയ മഹത്വം. അപ്പോൾ അള്ളാഹിൻ്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ ജനിച്ച ദിവസം, മരിച്ച സ്ഥലങ്ങളുമൊക്കെ. ഇനി ഒന്നുകൂടി സഹീഹുൽ ബുഖാരി നേരൊരു അധ്യായം കാണാം, ബാബുൽ മൗതി യൗമൽ ഇസ്നൈൻ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. തിങ്കളാഴ്ചയാണ് ഈ പരിപാടി നടക്കുന്നത്. സഹീഹുൽ ബുഖാരി ഒരു പ്രത്യേക ബാബുൽ മൗതി യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ച മരിച്ചുള്ള പുണ്യം, മഹത്വം. ഇതിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണാസന്ന സമയത്ത് ആ മർളു മൗത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട മകള് മുത്തനബിയുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹു, അപ്പോ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു മോളെ ഇന്ന് എന്താ ദിവസം? യൗമിൻ ഹാദാ യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയാണ്. അടുത്ത ചോദ്യം യൗമിൻ തൂഫിയ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി വഫാത്ത ദിവസം ഏതാണ്? തിങ്കളാഴ്ചയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്നാൽ ഞാനും ഈ ദിവസം വഫാത്തായെങ്കിൽ എന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കാം. ലോകത്ത്
അബൂബക്കർ സിദ്ദീഖ് അമ്പിയാക്കളങ്ങ് കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാത്ത 1,04,000 പരം സ്വഹാബാക്കള്, അനന്തകോടി മുഅ്മിനീങ്ങള് ഒരു തുലാസിന്റെ തട്ടില് ഈമാനിട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനാവും എല്ലാവരെക്കാളും വലുത്. ഖുർആൻ എത്ര തവണ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രശംസിച്ചോളൂ. ഖോറൊക്കെ എന്ത് പറച്ചിലാ പറഞ്ഞത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കറും ഫിൽ ജന്നാന്ന് അശ്റത്ത് മുബശ്ശറയിൽ ബദരീങ്ങൾ ഇനി എന്തെല്ലാം ഖുലഫാഉർ റാഷിദീങ്ങൾ അവൻ അങ്ങനെ അങ്ങ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനാക്ക് എണ്ണിയാൽ തീരാൻ കഴിയും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. എന്നിട്ടും രക്ഷപ്പെടാൻ കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം വഫാത്തായെങ്കിൽ എന്നാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ അവരെ പേര് പറയുന്നത് മഹാനായ അഹ്ലുൽ അബ. അഹ്ലബിന്റെ തവസ്സുലില്ലാത്തൊരൊറ്റ കാര്യം നമ്മൾ കാണാറില്ലായിരുന്നു. മഹാനായ ബഹ്റുൽ ഉലൂമിന്റെ അടുത്ത് ആരെന്ത് വന്നു പറഞ്ഞാലും അഹ്ലബാന്റെ പേരിൽ നഫീസത്തുൽ മിസ്റുല്ലാന്റെ പേരിൽ 6 പണം നേർച്ചാക്കാൻ പറയായിരുന്നു. മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ തങ്ങളെ അനുസ്മരിക്കേണ്ട സമയമാണ് ഈ മാസം. മഹാനവറുകള് ഹദ്ദാദ് റാത്തീബില് ഹദ്ദാദില് അഹ്ലബ ഉണ്ടാവും. മഹാനായ മുദ്രി ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു മുദ്രിയയില് അങ്ങനെ അങ്ങ് നോക്കിയാൽ അപ്പോ അതിൽ സൈന ഹുസൈൻ റളിയല്ലാഹു അൻഹു, നമുക്ക് തർബിയത്തും ചെയ്യാം. സൈന ഹുസൈൻ അവരെ മകൻ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവരെ മകൻ മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു, അവരെ മകൻ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, അവരെ മകൻ മൂസൽ കാളിം റളിയല്ലാഹു അൻഹു, അവരെ മകൻ അലിയുല്ലാ റളിയല്ലാഹു അൻഹു നെയ്സാബൂറിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിഷയം അബൂസുർ റളിയല്ലാഹു തങ്ങൾ അറിഞ്ഞു. ആരാണ് അബൂസുർ റളിയല്ലാഹു അൻഹു? മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിം. ബുഖാരി ഇമാമിന്റെ ആണ്ടിന്റെ മാസം ശവ്വാൽ ഒന്നാണല്ലോ. അവിടെ ഉസ്താദായ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു അൻഹു, അഥവാ ഹദീസ് ആദ്യമായി ക്രോഡീകരിച്ചത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിർദ്ദേശം അനുസരിച്ച് ഇബ്നു ശിഹാബ് സുഹ്രി റളിയല്ലാഹു അൻഹു ആണെങ്കിലും അത് കളക്ട് ചെയ്തെല്ലാം സംഘടിപ്പിച്ചു. പിന്നെ അത് അങ്ങനെയുള്ള ആദ്യം കളക്ട് ചെയ്യുക, പിന്നെ ഫിൽട്ടർ ചെയ്യുക. സ്വഹീഹ് ലഈഫ് വേർതിരിച്ചത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. അതിന് കാരണം ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു തആല തങ്ങൾ നിർദ്ദേശം ഇമാം ബുഖാരി ഇമാമിന് നൽകിയതാണ്. ആ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കുല്ലു ഹദീസിൻ ലാ യഅരിഫു അബൂ സുറ ഫഹുവ ലൈസ ലഹു അസ്ൽ. അബൂ സുറ റളിയല്ലാഹു തആല തങ്ങൾ അറിയാത്ത ഒരൊറ്റ ഹദീസും ലോകത്ത് വിശ്വസിക്കാൻ പറ്റൂല, അതിൻ്റെ ഒരു അസ്ൽ ഇല്ലാത്തതാണ്. മനസ്സിലാക്കട പാരാ അബൂ സുറ റളിയല്ലാഹു അൻഹു എന്നുള്ളത്. ഇവിടെ പഞ്ചായത്ത് അറിയാത്ത വീട്, നമ്പറില്ലാത്ത വീട്, അനധികൃതമായ വീടാണ്, അത് പൊളിച്ചു മാറ്റണം എന്നറിയണം. എന്നാൽ ഹദീസ് ലോകത്ത് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അബൂ സുർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതം വേണം. ആ അബൂ സുർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു ഇങ്ങനെ ആര് വരുന്ന വിവരം, അലിയുല്ലാഹു വരുന്ന വിവരം ഗോവർ കൈതയുടെ പുറത്താണ് വരുന്നത്. ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല തങ്ങളാണ് അതിനെ തൊളിക്കുന്നത്. ഒരു ഉച്ച സമയത്താണ് നൈസാബൂരിൽ. ആ സമയം വിവരം അന്ന് ഇന്നത്തെ മാതിരി സോഷ്യൽ മീഡിയ മറ്റൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇവിടെ മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തൂർ ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആ ദറജനെ ഏറ്റി കൊടുക്കണേ അല്ലാഹ്, ആ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ വരുന്നറിയാം, വന്നു എന്നറിയാം, എത്ര ആൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമ്മളൊക്കെ വലിയ ഒരുമിച്ചുള്ളതായി കാണും. എന്നാ അലി റളിയല്ലാഹു അൻഹു വരുന്നു എന്നറിഞ്ഞപ്പോഴേക്ക് അബൂ സുർ റളിയല്ലാഹു അൻഹു
എങ്ങനെയാണ് ആ മെസ്സേജ്? ഇപ്പോൾ സോഷ്യൽ മീഡിയ, പത്രം, മാർഗം എന്തെല്ലാണ്ട് ഒന്നുമില്ലാതെ 20,000 ആളവിടെ ഒരുമിച്ച് കൂടി നാക്കും. എന്തായിരിക്കും അവരൊക്കെ ഔലിയാക്കളെയും അമ്പിയാക്കളൊക്കെ സ്നേഹിച്ച രംഗം മനസ്സിലാക്കേണ്ടത്. ആ സനദിനെ കുറിച്ച് മഹാൻ അഹ്മദ് ഹംബർ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ലൗ ഖറഅത ഹാദൽ ഇസ്നാദ അലാ മജൂനിൻ ലബരിയ മിൻ ജിന്നതിഹി. ഈ ഒരൊറ്റ പേര് പറഞ്ഞാൽ എന്ത് കിട്ടാനാ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചടക്കുന്ന കുറെ കൗമ. മഹാനായ അമീറുൽ 4 മദ്ഹബിൽപ്പെട്ട 10 ലക്ഷം ഹദീസ് മനപ്പാടാക്കിയിരുന്ന അമീറുൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഈ ഹദീസ്, ഈ സനദ്, അത് അലി റിള റളിയല്ലാഹു അൻഹു, നമുക്ക് തെറിയത് ഇഞ്ഞും, അൻ അബീഹി മൂസൽ കാളിം റളിയല്ലാഹു അൻഹു, അൻ അബീ മർഹൂം ബിൽ കേൾക്കുന്നുണ്ടോ? ബാങ്ക് കേൾക്കുന്നുണ്ടോ? ബാങ്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. مرحوم بالقدر مرحوم بسرته الله أكبر الله أكبر. لا إله إلا الله اللهم رب هذا لا حول ولا قوة. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي. لا حول ولا بالله العلي. اللهم رب هذه الدعوة التامة والصلاة القائمة. لا إله إلا الله اللهم رب هذه الدعوة التامة والصلاة القائمة محمد الوسيلة الفضيلة والدرجة والمقام المحمود له تخرجنا شفاعته يوم القيامة إنك لا تخلف الميعاد. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. മഹാനായ عن علي رضي الله عنه عن أبيه موسى الكاظم رضي الله عنه عن أبيه جعفر الصادق رضي الله عنه عن أبيه محمد الباقر رضي الله عنه عن أبيه
മുഹമ്മദ് അൽ ബാഖിർ റളിയല്ലാഹു അൻഹു അൻ അബീഹി അലി സൈൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അൻ അബീഹി സൈന ഹുസൈൻ റളിയല്ലാഹു അൻഹു അൻ അബീഹി അൻ അലി റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സനദിനെ കുറിച്ചാണ് മഹാനായ അഹ്മദ് ഹംബൽ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ലൗ ഖറഅത ലാ മജുല്ല ബരിയ മിൻ ജിന്നതിഹി, ഒരു ഭ്രാന്ത് ബാധിച്ചവനിക്ക് ഈ ഒരൊറ്റ സനദ് വായിച്ചാൽ മാത്രം ഭ്രാന്ത് മാറുമെന്ന് പറയണമെങ്കിൽ പറയുന്നിടത്ത് എത്രയാണ്? മഹാനായ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു തആല തങ്ങൾ ഇപ്പൊ പല മൗലിദ് കിതാബും തിരുത്തുന്നുണ്ട്, തെറ്റ് തിരുത്തിയ കിതാബ് തുടങ്ങിയാണ്. എന്നിട്ട് അതിൽ കാണാ വഖാൽ മുഹഖിഖു ശൈഖു ദബാനി എന്ന് പറഞ്ഞിട്ട് എവിടുന്ന് കിട്ടിയതാണോ അല്ലാഹു അഅലം. ആരാണ് അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു? ആരാണ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ? അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞു. അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു. എന്നാ നമുക്ക് തെറ്റിയിരുത്താൻ അധികാരമുണ്ട്? ഫത്തുഹുൽ മുഈന്റെ ഏറ്റവും അവസാനത്തിൽ ഞാനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു കാണാൻ കഴിയില്ലേ, 100% എനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും എനിക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ലഅല്ലഹു ഹാക്കദാ, ഇങ്ങനെ ആയേക്കാം എന്ന് എഴുതാന്നല്ലാതെ അത് തെറ്റിരുത്താൻ ആർക്കും അധികാരമുള്ളത്? ഞാൻ ഓരോരുത്തരായിട്ട് തെറ്റിരുത്തിയാൽ പിന്നെ എന്താ ഇവിടുത്തെ കഥ? കിതാബിൽ എന്താ ഉണ്ടാകുക? കസ്റ്റ് വല്ലതും ഉണ്ടാകും? നമുക്ക് ഓരോരുത്തർക്കും മാറ്റി പറയാനുള്ളതാണ്. മഖ്തൂത്താത്തിന്റെ നേരെ കോപ്പി എൻ്റെ അടുത്തുണ്ട്, കയ്യെഴുത്ത് കോപ്പി. അതിൽ നേരെ കാണാം വഖാല ശൈഖു ദാറാനി റളിയല്ലാഹു അൻഹു എന്നുള്ളത്. അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹുവിന്റെ കാലം ഏതാണ്? ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോഴേക്ക് സമയം ദീർഘിച്ചു പോകും. മഹാനായ താജുൽ ഉലമാ സി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി മനസ്സിലാക്കണം. ഇപ്പൊ അടുത്ത കാലത്ത് ജീവിച്ച മഹത്തുക്കളിൽ ഞാൻ 42 കൊല്ലം മുമ്പ് 42ാമത്തെ കൊല്ലം 43ാമത്തെ കൊല്ലത്തിലേക്ക് അടക്കുകയാണ്. മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെടുത്ത് മഹാനുകളൊക്കെ ചെന്നു അസ്മാൽ ബദർ ഇജാത്ത് വാങ്ങാൻ വേണ്ടി. പിന്നെ വിളിച്ച് അസ്മാൽ ബദർ ഇജാത്ത് ഏടുണ്ടോ ചോദിച്ചു. അന്ന് തിരുവങ്ങാരിക്കാട് അടിക്കുന്ന ഏറ്റവും മോശപ്പെട്ട കടലാസും വളത് അതിൻ്റെ കീശെടുത്ത് കൊടുത്ത് പണ്ട് കുറേ പേരങ്ങ് വെട്ടി, കുറേ പേരങ്ങ് കൂട്ടിച്ചേർത്തി തന്നു. അപ്പോഴാണ് ഇവരൊക്കെ ചെയ്യുന്നത്. മഹാനാ താജുമിന്റെ കൂടെ ഷറഫുലന മൗലൂദ് ഓതാൻ പല പ്രാവശ്യം ഓതിയിട്ടുണ്ട്. ഓതിയപ്പോഴൊക്കെ മഹാനായ താജുലുമ്മ ഷറഫുലന മൗലൂദ് തീർത്ത് ഓതാത്ത ഒരൊറ്റ ദിവസം ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ ഷറഫുലന മൗലൂദ് ഓതലെങ്ങനെ ഓതാന്ന് മാത്രമല്ല, ഒരു കലിമത്ത് ഇറാബും വബിനാൻ എന്തെങ്കിലും ഒരു ഹലലുണ്ടെങ്കിൽ അപ്പം അത് ലഫ്ള് മുഴുവൻ ഹല്ലയ്ക്ക് എത്ര വലിയ ദരിച്ച ഉസ്താദ് ഓതിയാലും ശരി, അപ്പം അത് ലഫ്ള് മുഴുവൻ ഹല്ലയ്ക്കും. മഹാനുകളുടെ മുമ്പിൽ ആരോ വക്കാല അബു ശൈഖു ദബ്വാനി എന്ന് പറഞ്ഞപ്പം താജുമ പറഞ്ഞ ചീത്ത കേട്ടിക്കുകയാണെങ്കിൽ ഇപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തെറ്റ് തിരിച്ച കിതാബ് ആ പേര്, എന്നിട്ട് തെറ്റ് തിരുത്തൽ എങ്ങനെയാണ്? വഖാല മുഹഖിഖു ശൈഖു ദബ്വാനി നാക്കലാണ് പരിപാടി. അപ്പോ ഞാനിപ്പോൾ പറയാം, അബൂ സുലൈമാൻ ദാറാനി ഇന്നദ്വാ മുസ്തജാബൻ ഇൻദ ദിക്രി അസ്മാ അഹ്ലി ബദർ, ബദരീങ്ങളുടെ പേര് പറയുന്നിടത്ത് അപ്പം ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുന്നു. ഞാൻ കുറെ പറഞ്ഞ് ചുരുക്കുന്നു. മഹാൻ അഹ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു ഖവായിദ് തസ്സഫ് എന്ന കിതാബിൽ പറയുന്നു, വഖാന ശൈഖുന അബൂ അബ്ദുല്ലാഹി ഖൗരി യഖൂലു ഇദാ കാനത്ത് റഹ്മത്തു തൻസിലു ബിഇൻദ ദിക്രിം ഫമാ ലന്നുക ബിമവാതിൻ ഇജ്തിമാഇഹിം അലാ റബ്ബിഹിം വയൗമ ഖുദൂമിഹിം അലൈഹി ബിൽ ഖുറൂജി മിൻ ഹാദിഹി ദാരി വയൗമ വഫാതിഹി. അപ്പോൾ കുറേ സംഭവം പറഞ്ഞല്ലോ. മക്കയുടെ മഹത്വം മുഴുവനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമാണ്, അവിടെ ജനിച്ചു എന്നുള്ള കാരണമാണ്. തിങ്കളാഴ്ചയുടെ മഹത്വത്തിന് കാരണം ആ ഒറ്റ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഒക്കെ തിങ്കളാഴ്ചയെ കുറിച്ച് പറഞ്ഞ വാക്ക് കേട്ടാൽ യൗമുൽ ഇസ്നൈൻ ഫീ ഹഖ് നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയൗമിൽ ജുമുഅത്തി ഫീ ഹഖ് നബിയില്ലാഹി അബിൽ ബഷർ ആദം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചക്ക് നമ്മൾ എല്ലാവരും മഹത്വം കൽപ്പിക്കുന്നുണ്ട്. കാരണം എന്താ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ സൃഷ്ടിച്ചത് പൂജാതരാത് വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു അബദ്ധമാണ് ഈ പറഞ്ഞത്.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അല്ലാഹു തആല ഇറക്കി തന്നത് വെള്ളിയാഴ്ച. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ വഫാത്തായത് തിങ്കളാഴ്ച. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ച. അഷ്റഫുൽ ഖൽഖ് സ്വങ്ങൾക്ക് നുബുവത്ത് കിട്ടിയത് തിങ്കളാഴ്ച. അഷ്റഫുൽ ഖൽഖുകൾക്ക് ബിഅ്സത്ത് കിട്ടിയത് ഇസ്ലാം മിറാജിന് പുറപ്പെട്ടത് തിങ്കളാഴ്ച. അഷ്റഫുൽ ഖൽഖ് സ്വങ്ങൾ ഖുറസൗറിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട തിങ്കളാഴ്ച. അഷ്റഫുൽ ഖൽഖ് സ്വങ്ങൾ മദീനയിൽ എത്തിയത് തിങ്കളാഴ്ച. അഷ്റഫുൽ ഖൽഖ് സ്വങ്ങൾ വഫാത്തായത് തിങ്കളാഴ്ച. അപ്പോൾ സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസാണ് ഈ ഹദീസ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അപ്പോ ഞാൻ നേരത്തെ വായിച്ചത് അഹ്മദ് സറൂഖ് റളിയല്ലാഹു തങ്ങൾ. അപ്പൊ ഈ പേര് പറയുന്നിടത്ത് ഇത്ര മഹബത്ത് ഉണ്ടെങ്കിൽ അവർ അള്ളാഹുലേക്ക് പോയ ദിവസം എന്ന് പറയാ ഉമ്മു വഫാത്തി, അവർ വഫാത്തായ ആ സ്ഥലത്ത് അവർ അള്ളാഹുമ ഒരുമിച്ചു. അതിന് എത്ര ബർക്കത്ത് ഉണ്ടാകും, അതിന് എത്ര മഹത്വം ഉണ്ടാകും. ഞാൻ കുറെ പറഞ്ഞത് ഇവിടെ ദിക്റും മൗലൂദും ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുന്നു. അർഹമുർ റഹീമായ അല്ലാഹ് നമ്മുടെ എല്ലാ അമ്പിയാക്കളെ ഔലിയാക്കളെ ധാരാളം കറാമത്തുകളുടെ ഉടമയായ മഹാനായ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വ നഫഅനാ ബിഉലൂമി വഅസ്റാരി ഫിദ്ദാറൈൻ തവസ്സുലാക്കിയാൽ കിട്ടാത്ത നേട്ടങ്ങൾ, അവരുടെ വറനെ കുറിച്ചൊക്കെ പറഞ്ഞു, വറനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അപ്പോൾ നമുക്കതൊക്കെ ഇതിന്ന് പ്രത്യേകിച്ച് ഇതിൻ്റെ രഹസ്യം, നമുക്ക് ഈ ഉറൂസിൻ്റെ ഒക്കെ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരിക കൂടുക ദ്വാരക്കെന്നല്ല, അവരൊക്കെ ജീവിതങ്ങൾ നമ്മൾ പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഇന്നലത്തിനേക്കാൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. നമുക്ക് ഈ കിബ്രു അസദൊക്കെ നമ്മളിങ്ങനെ വലിയ ഉഷാറാണ്. ഞാൻ റംദാൻ 30 ദിവസം നോമ്പ് പറ്റിക്കണ്, ഞാൻ 30 ഖത്മ് ഓതിക്കണല്ല 15 ഖത്മോന്നൊക്കെ വെച്ച് വരുന്നവർ സിയം വലിയുല്ലാഹി റളിയല്ലാഹുവിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചിട്ട് എന്നിട്ട് ഞാൻ എവിടെ കിടക്കുന്നു, എൻ്റെ ജീവിതം എന്താ, അവരൊക്കെ വറക എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി മഹാൻ അഹ്മദുൽ ഹംബൽ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ നെയ്യുമ്പോൾ അയൽവക്കത്തെ വീട്ടിലെ ചിലപ്പോൾ പ്രകാശത്തിൻ്റെ ഇതിൽ നെയ്താൽ എന്താകുമോ,